ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 124. നമ്മൾ 50ാമത്തെ ഉപനിഷത്തായിട്ട് സർവസാരോപനിഷത്താണ് നോക്കുന്നത്. അതിലെ 5ാമത്തെ ഭാഗമാണ്. ഇതിൽ നിന്നും പഞ്ചവർഗങ്ങളെപ്പറ്റിയും ക്ഷേത്രജ്ഞനെപ്പറ്റിയും ഹൃദയഗ്രന്ഥിയെപ്പറ്റിയെല്ലാം പറയുന്നത്. അപ്പോൾ സൂക്തം നമുക്ക് നോക്കാം. മന ആദിശ്ച പ്രാണാദിശ്ച സത്യാദിശ്ച ഇച്ഛാദിശ്ച പുണ്യാദിശ്ചൈതേ പഞ്ചവർഗ ഇത്യേതേഷാം പഞ്ചവർഗാണാം ധർമ്മേ ഭൂതാത്മജ്ഞാനാദൃതേ ന വിനശ്യതി ആത്മസന്നിധൗ നിത്യത്വേന പ്രതീയമാന ആത്മോപാധിര്യസ്തല്ലിംഗം ശരീരം ഹൃദ്ഗ്രന്ഥിരിത്യുച്യതേ തത്ര യത് പ്രകാശത്തെ ചൈതന്യം സ ക്ഷേത്രജ്ഞ ഇത്യുച്യതേ. മനസ്സ് മുതലായവയും പ്രാണൻ മുതലായവയും ത്രിഗുണങ്ങളും ഇച്ഛാദികളും പുണ്യാദികളും കൂടിയതിനെ പഞ്ചവർഗം എന്ന് പറയുന്നു. ഇതുമായി കൂടുന്ന ജീവാത്മാവിന് ഇതിൽ നിന്നും മുക്തി നേടുക പ്രയാസമാണ്. ആത്മാവിനോട് ചേർന്നിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന മനസ്സുപോലുള്ള സൂക്ഷ്മ തത്വങ്ങളുടെ ഉപാധിയെ ലിംഗശരീരമെന്ന് പറയുന്നു. അത് ഹൃദയഗ്രന്ഥി തന്നെ. അതിനുള്ളിലുള്ള ചൈതന്യം ക്ഷേത്രജ്ഞൻ. ഇവിടെ മനസ്സ് മുതലായവയെന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഞാനെന്ന ഭാവം, അതെല്ലാം കൂടിയതും പ്രാണൻ മുതലായവയും. പ്രാണൻ എന്ന് പറയുന്നത് നമ്മളെ നാഡികളിലൂടെ പ്രവഹിക്കുന്ന സിഗ്നൽ സിസ്റ്റമാണ്. ആ നാഡികളിലൂടെ സിഗ്നൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിചാരങ്ങൾ എല്ലാം ഉണ്ടാകുന്നതും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ പിന്നാലെ ഓടി നടക്കാനെല്ലാം പ്രേരിപ്പിക്കുന്നത് ഈ നാഡികളാണ്. മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരവും. പിന്നെ നാഡികളിലൂടെ സിഗ്നൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ടി വിൻ്റെ അകത്തോട്ട് നമ്മൾ സിഗ്നൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ടി വി വർക്ക് ചെയ്യും. പടം കാണിക്കും, അത് കാണിക്കും, അടിപിടി എല്ലാം ഇതിനകത്ത് കാണും. അതുപോലെ നമ്മളെ നാഡികളിലൂടെ സിഗ്നൽ കടക്കുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെ പ്രാണൻ മൂലാവിയും ത്രിഗുണങ്ങളും എല്ലാ കർമ്മങ്ങളും ഇവിടെ നടക്കുന്നത് 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്. സത്വ, രജോ, തമോ ഗുണം. ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉള്ള സ്ഥിതിയിൽ തുടരാനുള്ള ഇഷ്ടമുള്ളവരായിരിക്കും, അത് സത്വഗുണം. ഇപ്പം എങ്ങനെയാണോ അങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ അത് സത്വഗുണം. എല്ലാം പോരാ, ഒരു പുതിയ ഉയർന്ന നിലയിലേക്ക് ഉയരണം എന്ന് ചിന്തിക്കുന്നത് രജോ ഗുണം. അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു എതിരുമുണ്ട്. അതാണ് ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരമുള്ള റിയാക്ഷൻ. മതി, പഴയതിലേക്ക് തന്നെ പോയാൽ മതി, മുന്നോട്ടേക്കൊന്നും പോകണ്ടായില്ല, പിന്നൊരു വലിക്കുന്ന ശക്തിനെയാണ് തമോ ഗുണം എന്നുള്ള പറയും. ഇതിലൂടെയാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ. പിന്നെ ഇച്ഛാദികൾ, നമുക്ക് ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ജനിപ്പിക്കും. ആ ശക്തി നമ്മളിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ പിന്നിലെ നമ്മളെ ഓടിപ്പിക്കുന്നത്. പുണ്യാദികളും, ഇപ്പോൾ പാപം പുണ്യെല്ലാം ചിന്തിക്കുന്നത് ഞാനെന്ന ചിന്തയുള്ളപ്പോഴാണ് ഈ പാപം പുണ്യെല്ലാം വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന എല്ലാം ഞാനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ചില കർമ്മങ്ങൾ നമുക്ക് ശരിയെന്ന് തോന്നും, ചിലത് നമ്മൾ തെറ്റാണ് ചെയ്യുന്നതെന്നുള്ള തോന്നലെല്ലാം നമ്മളെ മനസ്സിലുണ്ട്. അപ്പം പാപം പുണ്യം ആർക്കാണുള്ളത്? ഈ ഭൗതികവാദികൾക്കാണുള്ളത്. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്ക് എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന ചിന്തയിൽ ചെയ്യുമ്പോൾ നമുക്ക് ശരി തെറ്റുകൾ ഉണ്ടാവും. ഉദാഹരണമായിട്ട് നമ്മളൊരു പോലീസിൽ ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥനെ പറയുകയാണ് അവനെ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടിച്ചേ പറ്റൂ. അപ്പോൾ അവനെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കട്ടില്ല, അടിക്കാൻ പറഞ്ഞാൽ അടിക്കും, അടിച്ചേ പറ്റുമല്ലേ, ആ ജോലിയിൽ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അവൻ അവിടെ പാപവും പുണ്യമൊന്നും ചിന്തിക്കുന്നില്ല. കാരണം വേറെ ആൾ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. നേരെ മറ്റേ അവൻ തന്നെ കയറിയിട്ട് ആരും പറയാതെ കയറി അടിക്കുകയാണെങ്കിൽ അവൻ അടിക്കുന്നത് ശരിയാണോ, ഇത് നിയമപ്രകാരമാണോ എന്നെല്ലാം പാപപുണ്യ ചിന്ത വരും. അതുപോലെ തന്നെ നമ്മളും ഞാനെന്ന നിലയിൽ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ശരി തെറ്റെന്ന് ചിന്തിക്കും. പക്ഷെ എന്നെക്കൊണ്ട് ഒരാൾ ചെയ്യിപ്പിക്കുന്നത് ആ ശക്തിവിശേഷം, ഇത് ഞാൻ ചെയ്യാൻ ബാധ്യതയാണ്, ഞാൻ ചെയ്തേ പറ്റൂ, അതാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത എന്നിലുണ്ടായാൽ
അപ്പോൾ ഞാൻ എന്നതിന് അവിടെ പ്രശസ്തിയില്ല, ഞാൻ നഷ്ടപ്പെട്ടു. അപ്പോൾ മാത്രമേ നമുക്ക് പാപപുണ്യമില്ല എന്ന് വരുന്നുള്ളൂ. നമുക്ക് ചിന്തിക്കാം, ഇപ്പം നമുക്ക് പാപവും പുണ്യം തോന്നും. യഥാർത്ഥത്തിൽ ഇതെല്ലാം ശക്തിയാ ജയിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പുണ്യം? അത് തന്നെയാണ് പറയുന്നത്, പാപമില്ല പുണ്യം. അപ്പൊ ഇങ്ങനെ 5 എണ്ണം കൂടിയതിനാണ് പഞ്ചവർഗം എന്ന് പറയുന്നത്. അതായത് മനസ്സ് മൂലായതും നമ്മളെ മൂലാവിയും ത്രിഗുണങ്ങളും ഈ ആഗ്രഹങ്ങളും പാപപുണ്യ ചിന്തി ഇതെല്ലാം ഇതിനെയാണ് പഞ്ചവർഗം എന്ന് പറയുന്നത്. അതുമായി കൂടുന്ന ജീവാത്മാവിന് അതിൽ നിന്ന് മുക്തി നേടുക പ്രയാസമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ആ പ്ലാൻ, ഒരു പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തിൽ ഒരു പ്ലാനുണ്ട്, ഓരോ സമയം ഇന്ന ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യിപ്പിക്കുകയാണ് ജീവാത്മാവിൻ്റെ ധർമ്മം. അപ്പം അതിനനുസരിച്ച് ഇതെല്ലാം അനുസരിച്ചാണ് ആ ജീവാത്മാവ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അതിന് മുക്തിയില്ല. മുക്തി ലഭിക്കണ്ടെങ്കിൽ ഇതെല്ലാം വിടണം. അപ്പൊ ഇതിൽ നിന്ന് ഇതുമായി കൂടുന്ന ജീവാത്മാവിന് അതിൽ നിന്ന് മുക്തി നേടുക പ്രയാസമാണ്. അതായത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, മനസ്സിൽ തോന്നുന്ന മാതിരി പ്രവർത്തിക്കുക, മനസ്സ് ബുദ്ധിയെല്ലാം ചിന്തിച്ച് ഓരോന്ന് പ്രവർത്തിക്കുക, നാഡികളിലൂടെ സിഗ്നൽ ഉണ്ടാകുമ്പോൾ നമ്മളെ അതിന് പലതിനും പ്രേരിപ്പിക്കുക, ആഗ്രഹങ്ങൾ ജനിപ്പിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓടുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന മാതിരി ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ പാപവും പുണ്യെല്ലാം ചിന്ത വരും, ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം വരും. നമ്മൾ ചെയ്യുന്ന മാതിരി ഞാനെന്ന ചിന്തയിലൂടെ ചെയ്യുമ്പോൾ അങ്ങനെയെല്ലാം ജീവിക്കുന്നതാണ് ഭൗതികവാദികൾ. അവർക്കെന്തില്ല, മുക്തി നേടുക പ്രയാസമാണ്. അപ്പോൾ മുക്തി നേടണമെങ്കിൽ ഇതിൽ നിന്നെല്ലാം മാറണം. അപ്പം അങ്ങനെയുള്ള ഭൗതികവാദികളുടെ ശരീരം അതെങ്ങനെയാണ്? ആത്മാവിനോട് ചേർന്നിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന മനസ്സ് പോലുള്ള സൂക്ഷ്മതത്വങ്ങളുടെ ഉപാധിയെ ലിംഗശരീരം എന്ന് പറയുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ ശരീരത്തെയാണ് ലിംഗശരീരം. ഈ സൂക്ഷ്മതത്വങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഉപാധിയെ ലിംഗശരീരം എന്ന് പറയുന്നു. അപ്പം ഈ പഞ്ചതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആത്മാവ് നമ്മൾ തന്നെയാണ്, ഈ ശരീരം തന്നെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരൊന്നുമില്ല, ഈ ശരീരവും എല്ലാം തന്നെയാണ് ഇതിൻ്റെ എല്ലാം അധികാരി എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആ ഉപാധി അനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരെ ഇതിനെയാണ് ലിംഗശരീരം എന്ന് പറയുന്നത്. അത് ഹൃദയഗ്രന്ഥി തന്നെ. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഇരിപ്പിടം ഹൃദയത്തിലാണ്. ഈ ഹൃദയത്താണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും കേന്ദ്രം. ഹൃദയത്തിൽ നിന്നുള്ള നാഡി തലച്ചോറിലും മറ്റു പല ഭാഗത്തേക്ക് എത്തിയിട്ട് ആ ഹൃദയവും മറ്റേ നാഡികളും തമ്മിലുള്ള ഒരു ബന്ധത്തിലൂടെയാണ് ഞാനെന്ന വികാരം ഉണ്ടാകുന്നതും എല്ലാ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നതും. ഹൃദയത്തിലുള്ള നാഡികളുടെ അവിടെയാണ് അതിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് ഏതുള്ളത്? ഈ ചൈതന്യമുള്ളത്, നമ്മുടെ ജീവനടിസ്ഥാനമായ ചൈതന്യമുള്ളത്. അതാണ് ക്ഷേത്രജ്ഞൻ. അപ്പം ക്ഷേത്രജ്ഞൻ എന്നത് ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നാഡികളിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നാഡികളുമായിട്ടാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനെല്ലാം ഏകോപിപ്പിക്കുന്നു. എല്ലാ അവയവങ്ങളെയും യോജിപ്പിക്കുന്ന നാഡികൾ. നമ്മളൊരു സിഗ്നൽ സിസ്റ്റം എല്ലാ നാട്ടിലെയും ടി വിനെയെല്ലാം യോജിപ്പിക്കുന്നത് ആ സ്റ്റേഷനാണ്, ടി വി സ്റ്റേഷനാണ്. അത് ഒരു കമ്പ്യൂട്ടറിനാണെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറുകളെയും യോജിപ്പിക്കുന്ന സെർവർ എന്നോ എന്തൊക്കെ എല്ലാം പറയുന്ന ഭാഗങ്ങളെല്ലാം പലതും ഉണ്ടല്ലോ. അതെല്ലാം ഓരോ സ്ഥലത്താണ് കേന്ദ്രീകരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ സാറ്റലൈറ്റിലായിരിക്കും, ഇവിടെയൊന്നും ആയിരിക്കില്ല, അങ്ങ് മുകളിൽ നിന്ന് സാറ്റലൈറ്റിൽ നിന്നായിരിക്കും അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം ഓരോ കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എല്ലാ നാഡികളെയും കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് ഹൃദയം. കേന്ദ്രീകരിക്കുന്ന കേന്ദ്രം എന്നാൽ എല്ലാം കേന്ദ്രീകരിക്കുന്ന കേന്ദ്രം ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു. അതിനുള്ളിലാണ് ആ ശക്തി വിശേഷമുള്ളത്. ഏത് ജീവാത്മാവും അവിടെയാണുള്ളത്, ആ പരമാത്മാവും അവിടെയാണുള്ളത്. അതിനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്.